കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം ദാനമായി നൽകിയല്ലോ. ദൈവത്തിന്റെ ദയയ്ക്കും കരുണയ്ക്കായും നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഞാനാകുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ കർത്താവാണ്. അവിടുത്തെ അധികാരത്തെയാണ് ഇത് കാണിക്കുന്നത്. ഞാനാകുന്നു. എവിടെയും ചെല്ലാൻ, തുറക്കാൻ, പ്രവർത്തിക്കാൻ, ഉളവാക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവിടുന്ന് ഉണ്മയുള്ള ദൈവമാണ്. ഉലക മഹാന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ആകാശത്തിലും ഭൂമിയിലും നമ്മുടെ കർത്താവിന്റെ നാമമല്ലാതെ ഉയർന്നിരിക്കുന്ന മറ്റൊരു നാമവുമില്ല. അവിടുത്തെ പ്രവർത്തികൾ അത്യുത്തമമായിരിക്കയാൽ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. സഹോദരങ്ങളെ, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും അവിടുത്തെ വചനങ്ങൾക്ക് ഒരു കാലഘട്ടത്തിലും മാറ്റമില്ല. ഞാനാകുന്നു. ആവർത്തിച്ചു പറയും, ഞാനാകുന്നവൻ ഞാൻ. സകല ജഡത്തിന്റെയും ജയമായ ഹോമ. ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? അവിടുന്ന് പ്രവർത്തിച്ചാൽ ഒരു ശക്തിക്കും അതിനെ തടയാൻ സാധ്യമല്ല. ഇന്നും തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന, തന്റെ ജനത്തിനു വേണ്ടി ഇറങ്ങി വരുന്ന, അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഞാൻ വാതിലാകുന്നു. തുറക്കുന്ന ഒരുവൻ നമ്മോട് കൂടെ. തന്റെ ജനത്തിനു വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഒരു വാതിൽ ഇന്നും ദർശിക്കും. അവിടെ തുറന്നാൽ അതിനെ തിരിച്ചടയ്ക്കാൻ ഒരു ശക്തിക്കും അന്നും കഴിഞ്ഞിട്ടില്ല, ഇന്നും കഴിഞ്ഞിട്ട് നാളെയും കഴിയത്തില്ല. ആ ദൈവത്തിൽ ആശ്രയിക്കാൻ, ആ കർത്താവിൽ ചാരുവാൻ എപ്പോഴും നമുക്കിടയാവണം. അനവധി അനർത്ഥങ്ങളും കഷ്ടങ്ങളും കാണുമാറാക്കി എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ വീണ്ടും അവിടെ നിന്ന് ജീവിപ്പിച്ചില്ലേ? അവിടെ നമ്മൾ ഇട്ടച്ചു പോന്നു. കുരൾ വന്നു എന്ന് എഴുതിയിട്ട് തീർന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്നാണ് ദാവീദ് പറഞ്ഞത്. കുരുൾ വരുമ്പോഴും കൂടെ ഇരിക്കുന്ന ഒരേ ഒരുവൻ നമ്മുടെ കർത്താവാണ്. സങ്കടം വരുമ്പോഴും കൂടെ ഇരിക്കുന്നവൻ നമ്മുടെ കർത്താവാണ്. സങ്കടദേശത്തും വർദ്ധിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് മാത്രം. ഭയപ്പെടാതെ ശക്തിയോടെ മുൻപോട്ട് പോകാൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? മറ്റേതെല്ലാം ജഡമാണ്, ശക്തിയില്ലാത്തതാണ്, ബലമില്ലാത്തതാണ്, ജീവനില്ലാത്തതാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ബലമുള്ളവനാണ്. വേറെ ഒരു വെല്ലുവിളിയെയും ഭയപ്പെടരുത്. ഒരു ജഡത്തിനും നമ്മളോട് ഒന്നും ചെയ്യാൻ കഴിയാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ മഹാകരുണയ്ക്കായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവിടുന്ന് തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതായിരിക്കാൻ ഈ മഹാഭാഗ്യ പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന വലിയവനായ ദൈവത്തിന്, മഹാനായ ദൈവത്തിന്, സർവശക്തനായ ദൈവത്തിന്, ഉന്നതനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പർവ്വതങ്ങൾ മാറട്ടെ, കുന്നുകൾ മാറിപ്പോകട്ടെ, പക്ഷേ മാറ്റമില്ലാത്ത ദയ, അവിടുത്തെ സമാധാനത്തിന്റെ നിയമം ഓർത്ത് നന്ദി പറയാം. എത്രയോ പേർ മാറി സഹോദരങ്ങളെ. മാറത്തിൽ നമ്മൾ ചിന്തിച്ച പലരും മാറിപ്പോയില്ലേ? അകലം വിട്ടില്ലേ? കാണാതെ പോയില്ലേ? പക്ഷേ മാറ്റമില്ലാത്തവരുവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. അവിടുത്തെ കരം ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി ശക്തമായി വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വിശ്വാസത്താൽ നിങ്ങളൊന്ന് കാണാൻ തയ്യാറാകുമെങ്കിൽ സാധാരണമായ ചില ദൈവപ്രവർത്തികൾ ഈ പ്രഭാതത്തിൽ വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. സംശയിക്കരുത്. മുൻപോട്ട് തന്നെ
പോകാൻ ജനം തയ്യാറാകട്ടെ. വലിയ ഒരു ദൈവപ്രവൃത്തി ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് തടഞ്ഞു നിർത്തപ്പെടുന്നതല്ല. വലിയൊരു ഒഴുക്ക് പോലെ വന്നെത്തേണ്ടടുത്ത് അത് എത്തിക്കും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ആമീൻ പറയട്ടെ. വളരെ സുപരിതമായ വാക്യം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21-ാം വാക്യം. മോശ കടലിന്മേൽ കൈ നീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ജനം പരിഭ്രമിച്ചു നിൽക്കുക. പുറകിൽ ഫറവോനും സൈന്യവും. മുമ്പിൽ വെല്ലുവിളിച്ച് വഴിമാറാതെ നിൽക്കുന്ന ചെങ്കടൽ. ജനം പിറുപിറുത്തു. മിസ്രയീമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? ദൈവത്തിന്റെ അരുളപ്പാട് മുമ്പോട്ട് പോകാൻ കൽപ്പിക്കുക ജനത്തോട്. മോശയുടെ ദൈവം പറയുകയാണ്. നിലവിളിക്കുന്നതിന് വേറെ ആരാണ് അവിടെ പറയാൻ പറ്റുന്നത്? വേറെ ആര് പറഞ്ഞാൽ അത് അവർ കേൾക്കും? വിളിച്ചിറക്കിവൻ പറഞ്ഞാൽ, ഉടമസ്ഥൻ പറഞ്ഞാലേ ഇതിനൊരു തീർപ്പ് വരത്തുള്ളൂ. വേറെ ആരും ഉറച്ചു നിൽക്കാൻ പറഞ്ഞാൽ കേൾക്കാൻ പറ്റത്തില്ല. പക്ഷെ വിളിച്ചിറക്കിയവൻ പറഞ്ഞു, മുൻപോട്ട് പോകും. ഇറങ്ങാൻ പറഞ്ഞവൻ പറഞ്ഞു, മുൻപോട്ട് പോകും. മോശയുടെ ദൈവം പറഞ്ഞു, നിന്റെ കൈ കടലിന്മേൽ നീട്ടുക. അതാണ് നമ്മുടെ വാക്യം. നമ്മൾ ചിന്തിച്ചത്. മോശ കടലിന്മേൽ കൈ നീട്ടി. സഹോദരങ്ങളെ, സാഹചര്യങ്ങൾ നോക്കിയാൽ, ഒരു മനുഷ്യന്റെ കൈ നീട്ടിയാൽ ചെങ്കടലൊന്നും സംഭവിക്കില്ല. ഇവിടെ വിളിച്ചു പറയാനുള്ള സന്ദേശം, സാഹചര്യങ്ങൾ നോക്കാതെ ദൈവശബ്ദത്തിന് മൂവ് ചെയ്യാൻ, സ്റ്റെപ്പ് എടുക്കാൻ, അനുസരിക്കാൻ, വിശ്വസിക്കാൻ, മുമ്പോട്ട് നീങ്ങാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി ദൈവം ഒരു കാറ്റടിപ്പിക്കാൻ പോകുക. നീ പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത ഇടത്ത് ഒരു കാറ്റ് വരാൻ പോകുകയാണ്. ആദ്യം പറഞ്ഞതുപോലെ അസാധാരണമായ ചില ദൈവപ്രവൃത്തികൾ ഇന്ന് പകൽ സംഭവിക്കണമോ? വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, ആരാധനയോടെ മുൻപോട്ട് ചില സ്റ്റെപ്പുകൾ എടുക്കുക. ചിലത് കണ്ട് പകച്ച് ഇവിടെ തീരും, ഇവിടെ കുഴിയുണ്ടാക്കേണ്ടി വരും, ഇവിടെ മൂടപ്പെടുമെന്ന് ചിന്തിക്കാതെ വിളിച്ചിറക്കിയവന്റെ ശബ്ദം ഇന്ന് പകൽ മുഴങ്ങുന്നു. മുൻപോട്ട് പോകാൻ പറയുന്ന ശബ്ദം, കൈ നീട്ടാൻ പറയുന്ന ശബ്ദം, നിന്റെ വായ് തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറയുന്ന ശബ്ദം ഈ പകൽ കേൾക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്നതിനെ കണ്ട് പിറുപിറുക്കരുത്. സംശയിക്കുന്ന, അവിശ്വാസം കൊണ്ടുവരുന്ന, നിന്റെ വീര്യത്തെയും ബലത്തെയും കെടുത്തുന്ന സകല ശക്തികളുടെ മേലും, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയങ്ങളുടെ മേലും ഒരു ജയം കൽപ്പിക്കപ്പെടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കൂ. യേശുവിന്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുക. മോശ കൈനീട്ടി, ഒരു കിഴക്കൻ കാറ്റ്. അതേ മോശ ഒരു ചോദ്യം ചോദിച്ചില്ലേ ദൈവത്തോട്? ഈ ജനത്തിന് 1 മാസം മാംസം കൊടുക്കുമെന്ന് അങ്ങ് പറഞ്ഞില്ലേ? ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. സമുദ്രത്തിലെ മത്സ്യത്തെ എത്ര എണ്ണം പിടിച്ചു കൂട്ടിയാൽ അത് നടക്കും? അല്ലെ എത്ര മാടുകളെ അറക്കേണ്ടി വരുമെന്ന് ചോദിച്ച മോശയ്ക്ക് വേണ്ടി അതേ കിഴക്കൻ കാറ്റ് ദൈവം അടുപ്പിച്ചില്ലേ? ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ച് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കിടന്ന ലിവ്യാതാന്മാർ തലകളെ തകർത്ത് അവയ്ക്ക് ചിറക് പിടിപ്പിച്ചതിന് ശേഷം ദൈവം ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു. തന്റെ ജനം ഇരിക്കുന്നിടത്ത് അത് കടപ്പക്ഷയെ വർഷിപ്പിച്ചു കൊടുത്തെങ്കിൽ അതേ കിഴക്കൻ കാറ്റ് ഇന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ ഇന്നലെ അടുപ്പിച്ച കാറ്റ് പ്രതീക്ഷിക്കാത്ത മേഖലകൾ അടുപ്പിച്ച് ചിലതിനെ വിഭജിക്കാൻ, ചിലതിനെ രണ്ടാക്കാൻ, ഒരുമിച്ച് നിൽക്കുന്ന ചില ശക്തികൾ, വഴി മാറത്തില്ലെന്ന് പറഞ്ഞതിന്റെ വഴിയെ തടയുന്ന, വഴി കാണിക്കത്തില്ലെന്ന് പറഞ്ഞതിനെ രണ്ടാക്കുന്ന ഒരു കാറ്റ്, പിളർത്തുന്ന ഒരു കാറ്റ്, വിഭജിക്കുന്ന ഒരു കാറ്റ്, അതിനകത്തൂടെ നിന്നെ കടത്തിവിടുന്ന ഒരു കാറ്റ് വെളിപ്പെടണമോ? നീ വിശ്വാസത്തോടെ കൈനീട്ടു, കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യൂ, വായ് തുറന്ന് ദൈവത്തിന് മഹത്വം കരേറ്റു, ആത്മാവിൽ ആരാധിക്കൂ. ചിലത് പിളർത്തുന്ന ഒരു കാറ്റ്, കൊടിയ കാറ്റടിക്കുന്നത് പോലെ മാളിക മുറിയിൽ ഇറങ്ങി വന്ന ദൈവശക്തി നിറച്ച ഒരു കാറ്റ്, എല്ലാവരുടെ മേലും പതിഞ്ഞ ഒരു കാറ്റ്, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ച ഒരു കാറ്റ്, അവരിരുന്നിടം കുലുങ്ങി. അങ്ങനെയെങ്കിൽ ചിലതിനെ കുലുക്കുന്ന ഒരു കാറ്റ് ഇന്ന് പകൽ അടിക്കാൻ പോകും. യേശുവിന്റെ നാമത്തിൽ
വിടുതലില്ലെന്ന് ചിന്തിക്കുന്ന വിഷയത്തിൽ മുങ്ങിത്താഴും, ഇവിടെ ഒതുക്കപ്പെടും. ഇനി എന്ത് ചെയ്യും? എല്ലാം അസ്തമിച്ചു. ഇല്ല, നിന്റെ മേലുള്ള അധികാരം ഇന്ന് പകൽ പ്രയോഗിക്കും. നീ കൈ നീട്ടുക, കൈകൾ ഉയർത്തുക, സ്തോത്രം ചെയ്യുക. നിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങാൻ പോകുക. മോശയുടെ ഭുജത്തിന്മേൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം നിന്റെ മേൽ ഇറങ്ങാൻ പോകുക. വിഭജിക്കത്തില്ലെന്ന് നീ ചിന്തിക്കുന്ന, എവിടെ വഴിയെന്ന് നീ ചോദിക്കുന്ന അതേ ഇടത്ത് നീ കണ്ണു തുറന്ന് നോക്കൂ. ചിലത് വഴി മാറാൻ പോകുക, ഡിവൈഡ് ചെയ്യാൻ പോകുക, രണ്ടായി പിരിയാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഒഴുകി നടന്നത് പിരിയാൻ പോകുക, നിശ്ചലമാകാൻ പോകുക. രണ്ട് സൈഡിലേക്ക് മാറി നിന്നിട്ട് അതിനകത്തൂടെ നിന്നെ കടത്തി വിടുമ്പോൾ ഉണങ്ങിയ നിലത്തൂടെ നീ കടക്കാൻ പോകുക. ആ ഒരു കാറ്റിപ്പോൾ അടിക്കുക. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്വതന്ത്രരാകുക. വഴികൾ തുറക്കുക, വിശ്വസിക്കുക. അവിശ്വാസം മാറട്ടെ, സംശയങ്ങൾ മാറട്ടെ. ദൈവപ്രവൃത്തിയെ തടയുന്ന അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഇന്ന് പകൽ മാറ്റിവെക്കൂ. പിറുപിറുപ്പുകൾ, സംശയങ്ങൾ എല്ലാം ജനത്തിന്റെ ഇടയിൽ നിന്ന് മാറട്ടെ. ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ തലമുറകളുടെ മേൽ, നിങ്ങളുടെ ശരീരത്തിന്മേൽ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുക. നിങ്ങളുടെ ഔദ്യോഗിക മേഖലയുടെ ഒരു കാറ്റടിക്കാൻ പോകുക. ഇതുവരെ വർഷിപ്പിക്കാത്ത ചില ദൈവപ്രവൃത്തികൾ, തുറക്കാത്തത് ഇപ്പോൾ തന്നെ സംഭവിക്കുന്നു. വിശ്വസിക്കുന്നവർ മാത്രം സ്തോത്രം ചെയ്യും. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ആ വചനത്തിന്റെ ശക്തി ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഞങ്ങൾ വിശ്വാസത്തോടെ കൈകൾ ഉയർത്തുന്നു, കൈകൾ നീട്ടുന്നു, വിശ്വാസത്തോടെ മുമ്പോട്ട് പോകുന്നു. ഒരു ശക്തിക്ക് ഞങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ ഈ ജനത്തിന്റെ മേൽ വരുന്നു. ഒരു കൊടിയ കാറ്റടിക്കുന്ന പോലെ ആത്മാവിന്റെ പ്രവാഹം വരുന്നു. ചിലത് മുറിക്കപ്പെടുന്നു, ചിലത് വിഭജിക്കപ്പെടുന്നു, ചിലത് വഴിമാറുന്നു, രണ്ടായി മാറുന്നു. ചിലർ പിളർക്കപ്പെടുന്നതിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ, വിശ്വാസത്തോടെ സ്റ്റെപ്പുകൾ എടുക്കൂ, മുമ്പോട്ട് പോകൂ, അറച്ചു നിൽക്കരുത്. വൻകാര്യങ്ങൾ കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കൂ. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.